സമസ്ത കേരള ജമിയത്തുൽ ഉലമ മിണ്ടാതിരുന്നപ്പോൾ നമ്മൾ അണികൾക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. നമ്മൾ നിങ്ങൾ മിണ്ടാ എന്താ ഒരു തകരാറ്, അത്ര വലിയ തകരാറൊന്നും ഇല്ല എന്നുള്ളൊരു തോന്നല്. തുറന്ന് പറയാൻ പലരും തുറന്ന് പറഞ്ഞ് ഭക്ഷണമാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പറയാതൊക്കെയാണ്. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയാദർശങ്ങളോടും മാത്രം ചോദിച്ചാൽ പോലെ സമസ്ത കേരള നമ്മൾ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായതെന്ന് പറഞ്ഞാൽ എപ്പോഴാണെന്ന് അറിയോ, ഈ പറയപ്പെടുന്ന വിഭാഗത്തിലേക്ക് ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയിലുള്ള ഒരു വകുപ്പിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമുണ്ട്. ആ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എന്നുള്ളത് അതിന് മാറ്റി പിന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ബന്ധപ്പെട്ട ആളുകൾ അവർ ഇതിൽ ഉപദേശക സമിതിയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു, അത് മാറ്റി. അങ്ങനെ പല മാറ്റലുകളും ആ ഭരണഘടനയിൽ മാറ്റിക്കൊണ്ടുള്ള പുതിയൊരു ഭരണഘടന അത് അവർക്കിഷ്ടമുള്ളതുപോലെ ഈ പ്രസ്ഥാനത്തിന് കൊണ്ടുപോകണമെങ്കിലും സമസ്തൻ്റെ പേരിലായി കൊണ്ടുപോകും വേണം. അപ്പോൾ ജനങ്ങൾക്കിത് സമസ്തയിൽ നിന്ന് വിട്ടിടില്ല എന്ന് മനസ്സിലാക്കുക. ജനങ്ങളുടെ മുന്നിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അംഗീകരിച്ചതായ ഒരു വിദ്യാഭ്യാസ പാഠ്യ പദ്ധതിയാണിതെന്ന് വ്യക്തി തീർത്തു കൊണ്ടിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് ഒരു ബന്ധവുമില്ലാതെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ തെറി പറയുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാരെന്ന് പറയുന്നത് അല്ലാഹു അഅലം അവരുണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ട് സംഘടിപ്പിക്കപ്പെട്ടതായ ഒരു വിദ്യാഭ്യാസ രീതിയാണിത്. അതുകൊണ്ട് ഈ രീതിയായിട്ട് ഒരുമിച്ച് പോകാൻ നമുക്ക് ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് അവരോട് പറയാനുള്ളത്, നിങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിക്കല്ലേ വേണ്ടത്. ഞങ്ങൾക്ക് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ളത് അത് 10 കൊടുക്കുക, കിതാബ് ഓതി കൊടുക്കുക പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ ഒരു പാവപ്പെട്ട ആളുകളോ ഞങ്ങളതായിട്ട് പോയിക്കൊണ്ട് എന്തായാലും പഠിക്കാം. അപ്പോൾ അതൊക്കെ ആ നിലയ്ക്ക് ഇങ്ങോട്ട് പഠിപ്പിക്കാൻ ആരും വരില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഓരോ മുശാവറ മെമ്പർമാരും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഭരണഘടന ശരിക്കും പഠിച്ചുകൊണ്ടിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അതെല്ലാം മുൻഗാമികളാവുന്ന നമ്മളെ മഹത്തുക്കളാവുന്നതായ ഒരു മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാവ് തുടങ്ങി മഹത്തുക്കളാവുന്നതായ സഹാബത്തു താബീങ്ങളും താബികളും ഇവരൊക്കെ കാണിച്ചു തന്ന വഴിയാണ് നമുക്കുള്ളത്. ഉദാവുമുക്തദീ അവരെ ഹിദായത്തിനോടാണ് പിൻപറ്റേണ്ടത്. അപ്പോൾ ആ ഒരു വഴിയിൽ കൂടി അവർക്കുള്ളതായ അവർ കാണിച്ചു തന്ന ആ മാർഗത്തിൽ പിൻപറ്റിക്കൊണ്ടിട്ട് മുസ്ലിം ലോകവിടെ അംഗീകരിച്ചു വരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ അതൊക്കെ അതിനെ പിന്നെ ആചരിച്ചുകൊണ്ടും അതിനനുഷ്ഠിച്ചു കൊണ്ടിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിലേക്ക് പഠിപ്പിച്ചു കൊടുത്ത് സഹാബത്ത് താബീങ്ങൾക്ക് അങ്ങനെ പരമ്പരാഗതമായി കിട്ടിയതാണിത്. ഇത് പരമ്പരാഗതമായി കിട്ടിയതല്ലാതെ പറഞ്ഞത് ശരിയല്ല. ഇത് പരമ്പരാഗതമായി കിട്ടിയതാണ്. ഈ പരമ്പര വളരെ വിശുദ്ധമായ പരമ്പരയാണ്. ഏതെങ്കിലും പരമ്പരയിൽ കൂടി കിട്ടിയതല്ല. വിശുദ്ധമായ മഹാന്മാരാവുന്ന മശായിഖന്മാർ ഉസ്താദന്മാർക്കുള്ള പരമ്പരയിൽ കൂടിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അവർ പഠിപ്പിച്ചു തന്നതായ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ ഉള്ളത്. അതിന് പിന്നെ ലക്ഷ്യങ്ങളുണ്ടോ ഇല്ല എന്നുള്ളത്, ലക്ഷ്യങ്ങൾ അതിന് ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം നോക്കേണ്ട ആവശ്യമില്ല. ലക്ഷ്യം നോക്കി പറഞ്ഞ വരാം. അപ്പോൾ ഇമാമ നമ്മൾ തക്രീദ് ചെയ്യുകയാണെങ്കിൽ ആ ഇമാമ പറഞ്ഞ് ലക്ഷ്യം ഉണ്ടാകാൻ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അതാണ് തക്രീദ് പറഞ്ഞാൽ ഖുർആനിലും സുന്നത്തിലും വ്യക്തമായി പറയപ്പെടാത്ത സംഗതികൾ ഒരു മുജ്തഹിദാവുന്ന ഇമാമിൻ്റെ ഇത്തിഹാദിലേക്ക് ആവശ്യമാണ്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത് അതുകൊണ്ടാണ് മഹാന്മാരാവുന്നതായ ഇമ്മത്ത് ഈ വിഷയത്തിൽ അവർ വളരെയധികം അധ്വാനിച്ചു. ഇമാം ഷാഫി ആണെങ്കിലും ഇമാം അബൂ ഹനീഫ തങ്ങളാണെങ്കിലും ഇമാം മാലിക് തങ്ങളാണെങ്കിലും ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളാണെങ്കിലും ഇനി അവരെ പോലത്തെ മറ്റ് പുത്രർക്ക് മുജ്തഹിദീങ്ങളാവുന്ന പലരും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ഇത്തിഹാദ് അനുസരിച്ചുള്ള ഒരു സംവിധാനം ഇവിടെ നിലനിൽക്കേണ്ട ആവശ്യമില്ല എന്നാണ്. അതാണ് അത് രേഖപ്പെടുത്തപ്പെട്ടില്ല എന്നുള്ളതല്ല, അത് രേഖപ്പെടുത്തപ്പെടുമായിരുന്നു. പക്ഷെ രേഖപ്പെടുത്തപ്പെടേണ്ട ആവശ്യമുണ്ടായില്ല. കാരണം ഈ നാലിലുള്ള ഏതെങ്കിലും ഒന്നിൽ ഒതുങ്ങിയാൽ മതി എന്നുള്ളത്. പിന്നെ കുറച്ച് ഇപ്പം ചില ആളുകളൊക്കെ പറയലുണ്ട്. ആരാന്നുള്ളത് ഞാൻ പറഞ്ഞില്ല. നമ്മൾ ഈ പറയപ്പെടുന്ന ഈ വിഭാഗത്തിൻ്റെ ആളുകൾ തന്നെ ഇമാം ഷാഫി തങ്ങൾക്ക് ഒരു മസലയിൽ 40ഓളം അഭിപ്രായം ഉണ്ടാവും. അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഇമാമയ്ക്ക് 40 അഭിപ്രായം ഉണ്ടാവും. അങ്ങനെയെങ്കിൽ ഏതെങ്കിലും ഒന്നിമ കൂടിയാൽ പറ്റില്ല. അത് തെറ്റാണ്. അതുകൊണ്ടാണ് തെർജീഹിനെ മുജ്തഹിദീങ്ങൾ ഈ അഭിപ്രായങ്ങളിൽ നിന്ന് ഇന്ന അഭിപ്രായമാണ് പ്രബലമായതെന്ന് പ്രബലമാക്കിയാൽ അതിൻ്റെ പിന്നിൽ മാത്രമേ കൂടാൻ പാടുള്ളൂ. നമ്മൾ സാധാരണക്കാരൻ അങ്ങനെ ചെയ്യാൻ പറ്റും. നമുക്കതിൽ ഗവേഷണം നടത്താനും ഗവേഷണം എന്നുള്ള വാക്കുപോലും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ശേഖന പറയില്ല. ഇപ്പോഴും ഒരിക്കൽ ഒരു ലേഖനത്തിൽ ഇത്തിഹാദിനെ പറ്റി ഗവേഷണം എന്ന് പറഞ്ഞപ്പോൾ മൂപ്പർക്ക് അത് വെറുപ്പായി. അതായത് അയിമത്ത് ഉപദേശിച്ചു അവർ ഉപയോഗിച്ച് പോയിരുന്ന ആ പദം മാത്രം ഉപയോഗിച്ചാൽ മതി എന്നാ. അപ്പോൾ ഇതൊക്കെ നാളെ പരിഹരിക്കലുണ്ടാവും ഈ പറഞ്ഞതൊക്കെ. ഇപ്പോൾ ശേഖന സംശുലമ പറഞ്ഞ ഈ വാക്ക് ഞാൻ ഇവിടെ എടുത്ത് പറയുമ്പോൾ അത് പരിഹരിക്കലുണ്ടാവും. എന്താ അപ്പോൾ ഇത്തിഹാദ് തന്നെ പിന്നെ ഗവേഷണം തന്നെ അല്ലേ? അത് സാധാരണ ഒരു ഗവേഷണമല്ല. അതുകൊണ്ടാണ് ഗവേഷണം അതിനെപ്പറ്റി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശേഖന. അതിന് ആ ഇത്തിഹാദ് എന്ന് പറഞ്ഞാൽ ആ ഇസ്ലാഹിയായ പദം തന്നെ അതിനെപ്പറ്റി ഉപയോഗിക്കണം. അപ്പം അങ്ങനെയാണ് മഹാന്മാർ ദീനിനെ മനസ്സിലാക്കിയത്. ദീനിൻ്റെ ഓരോ വിഷയങ്ങളും അവർ മനസ്സിലാക്കി. അത്രമാത്രം ഇഹ്തിയാത്തോടു കൂടി അവർ മനസ്സിലാക്കുകയും അവർ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തതായ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ ഉണ്ടായിട്ടില്ലെങ്കിൽ എന്തായിരിക്കും ഈ ഉമ്മത്തിൻ്റെ സ്ഥിതി? അത് ഇഷ്ടമുള്ള മദ്ഹബ് ഇഷ്ടമുള്ളതൊക്കെ ഏതെങ്കിലുമൊക്കെ വാരിക്കോഴി പിടിച്ചുകൊണ്ട് ഒരു മുക്കൂട്ട് മദ്ഹബ് ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ ഉണ്ടാവുക? ഇവിടെ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ നല്ല ആരും ഇവിടെ ആലിമീങ്ങൾ എന്ന് ഇവിടെ പറയണമെന്നുണ്ടെങ്കിൽ ഷെഫൻ എപ്പോഴും പറയണ്ടേ, ആലിമ് എന്ന് പറഞ്ഞാൽ നമ്മളാരും ആലിമല്ല, നമ്മളൊക്കെ തമ്മീസുള്ള ജാഹിര്യങ്ങളാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ആലിമത്ത് എന്ന് പറഞ്ഞാണ്ട് ആരും ഇങ്ങനെ നിളഞ്ഞു നിൽക്കാൻ നോക്കണ്ട. ഇവിടെ ആലിമീങ്ങൾ നമ്മളൊന്നും ആലിമീങ്ങളല്ല. യഥാർത്ഥ ഉലമാ എന്ന് പറഞ്ഞാൽ ആരാ?
അത് കഴിഞ്ഞു പോയി ആ കാലഘട്ടം. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞത് മനസ്സിലാക്കിക്കൊണ്ട് അതിനൊരു അർഫ് തെറ്റാതെ ഒരു വള്ളിക്കും പുള്ളിക്കും യാതൊരു വ്യത്യാസമില്ലാതെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മളൊരു ഫത്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ വളരെയധികം മദ്ഹബിലുള്ള മുഅ്തബറായ അഭിപ്രായം, ആ അഭിപ്രായം കൊണ്ട് മാത്രമല്ല അല്ലാത്ത നമുക്ക് പറഞ്ഞു ആളുകൾക്ക്, ജനങ്ങൾക്ക് ചിലപ്പോൾ ചില വിഷയം ജനങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞു കൊടുക്കൽ പറയാൻ പറ്റുന്നതായ ചില ലൈഫാവുന്ന അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു വരും പലരും പറഞ്ഞു. എന്നാൽ അതിൻ്റെ വയ്യാലടന്ന് കണ്ട് അത് പറഞ്ഞു കൊടുത്തോളൂ. അപ്പോൾ ഇതൊക്കെ വളരെ ദീൻ എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. അൽ ഇൽമു ദീനും എന്നല്ലേ, ഖുദൂ അമ്മൻ തഖുദൂന ദീനക്കും. അപ്പോൾ ഈ ഇൽമ് അത് ദീനാണ്. ആ ദീൻ ആരിൽ നിന്ന് മനസ്സിലാക്കണം, എങ്ങനെ മനസ്സിലാക്കണം എന്നൊക്കെ ഉള്ളത് നിങ്ങൾ ആരിൽ നിന്നാണ് നിങ്ങളെ ദീൻ നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ടാവണം. ദീൻ നിങ്ങൾ ഉസ്താദന്മാരെ അതിന് പറ്റിയവരാവണം. ആ ഉസ്താദെ പറ്റിയവർ. അപ്പോൾ ഒരു തെരീഖത്തിനെ പറ്റിയൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിലുള്ള മശായിഖന്മാരെ പരിശോധിക്കുന്നുണ്ടല്ലോ. ആ മശായിഖന്മാരെ കൂട്ടത്തിൽ വല്ല ഷിയ ആശയമുള്ളവർ വരികയാണെങ്കിലോ മറ്റു വല്ല തകരാറുകൾ വരികയാണെങ്കിലോ അത് സ്വീകരിക്കപ്പെടാൻ പറ്റാതെ കഴിഞ്ഞാൽ പറയുന്നത് കേട്ടില്ലേ. റസൂൽ ഹദീസിൻ്റെ ഒരു പരമ്പര വരികയാണെങ്കിൽ ആ പരമ്പരയിലുള്ള ഓരോരുത്തരെ പറ്റി ആയിരക്കണക്കിന് ആളുകളാണ് അവരെ പറ്റി വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് കിതാബുകൾ എഴുതിയിട്ടുള്ളത്. ഈ നിലക്ക് മദ്ഹബിനെ ഈ നിലക്ക് വിശുദ്ധമാവുന്ന ദീനിനെ ഇവിടെ വളരെ സംരക്ഷിച്ചു കൊണ്ടിട്ട് ദീൻ്റെ എല്ലാ നിലക്കുള്ളതായ അതിനെ നമ്മളിലേക്ക് എത്തിപ്പെടുമ്പോൾ അതിൻ്റെ വരുന്നതായ ആ ശൃംഖലയിലുള്ള ആളുകളെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഏതെങ്കിലും ഒരു നിലക്ക് എന്തെങ്കിലും ഒരു ആക്ഷേപം പറയാൻ പറ്റിയതായ ഒരാൾ ആ ഹദീസ് റിവായത്ത് ചെയ്തപ്പോൾ ഇമാം ബുഖാരി തങ്ങൾ വരെ ഒരു ഹദീസ് എത്തിയിട്ടുണ്ടെങ്കിൽ ഇമാം ബുഖാരി തങ്ങൾ റിവായത്ത് ചെയ്യുന്ന ആ ഹദീസ് അത് മൂപ്പര് ഏത് കിതാബിൽ മൂപ്പര് വഴി ചെയ്താലും ആ ഹദീസ് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അതിലുള്ള പരമ്പര പരിശോധിച്ച് നോക്കാം. ആ പരമ്പരയിലുള്ള ഓരോരുത്തരെ പറ്റിയും വളരെ വ്യക്തമായ നിലക്ക് പലരും അവരുടെ ജീവിത ചരിത്രം മനസ്സിലാക്കി രേഖപ്പെടുത്തുക. ആ ജീവിത എന്തെങ്കിലും നിലക്കുള്ള പോറലുകളോ എന്തെങ്കിലും നിലക്കുള്ളതായ ആ മോശത്തരങ്ങളോ ഉണ്ടെങ്കിൽ ആ പരമ്പരയിലുള്ളവരെ നമ്മൾ സ്വീകരിക്കുക. അതിനെക്കുറിച്ച് അതാണ് എൻ്റെ സ്വഭാവം. അങ്ങനത്തെ ഒരാൾ ഇമാം ബുഖാരി തങ്ങൾ മൂപ്പര് ഉസ്താദന്മാരുടെ കൂട്ടത്തിൽ മൂപ്പര് എത്തിച്ചിട്ട് മൂപ്പര് ഉള്ളതാണെങ്കിൽ മൂപ്പര് അങ്ങനത്തെ ഹദീസ് മൂപ്പര് സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് ഈ ദീൻ എന്നുള്ളത്. ഇതൊരു ഭൗതികമായ ഒരു താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു ബിദഈ ആശയത്തിനുള്ളപ്പോൾ പലരും ഇപ്പോൾ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞതുപോലെ തന്നെ പോലത്തെ പലരും ഇതിനെ പ്രശംസിച്ച് പറയുകയാണ് ഈ വിദ്യാഭ്യാസ രീതി ഈ ആളുകളൊക്കെ. കാരണം ഞങ്ങൾ ആളുകളുണ്ട്. അപ്പോൾ വാത്തുകാരനത് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിൽ തന്നെ അത് എന്താണ് പിന്നെ ഡൂബിളി കാലും കോടിയൊക്കെ വെച്ച് പിന്നെ സൂര്യകോടയാണെന്നാണ് പറഞ്ഞത്. അതിൻ്റെ കാലും അതിൻ്റെ പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ബില്ലും അതിൻ്റെ ഒറയും അതൊക്കെ ഡൂബിളിയാണ്. അപ്പോൾ അവർ തന്നെ പരസ്പരം അവരെ അന്ന് നമ്മൾ തള്ളിയ പ്രസ്ഥാനങ്ങളാണ് അതൊക്കെ. ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും മുജാഹിദ് പ്രസ്ഥാനങ്ങളാണെങ്കിലും ഒക്കെ ഇവരോടൊക്കെ ശക്തമായ എതിർപ്പുകൾ നമുക്കുണ്ട് ആശയപരമായിട്ട്. അതുകൊണ്ട് ഈ ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് അവരോടൊക്കെ നമുക്ക് യോജികളുണ്ടാവും. അപ്പം അങ്ങനത്തെ അതില്ല എന്നല്ല ഈ പറഞ്ഞതിനർത്ഥം. ആശയപരമായിട്ട് ഇവരോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. ഇവരെ ആശയങ്ങൾ തള്ളപ്പെടേണ്ട ആശയങ്ങൾ തന്നെയാണ്, യാതൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ പറഞ്ഞു തരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ആശയത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നതായ ആളുകൾ ഈ പ്രസ്ഥാനത്തിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരു ഇലാഹിയായ ഒരു പ്രസ്ഥാനമാണ്. നമ്മൾ മഹാന്മാരാവുന്ന മശായിഖന്മാർ നമ്മളെ കൈ പിടിച്ച് അവർ സ്വർഗത്തിലേക്ക് എത്തിക്കും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. അതിന് പറ്റിയവരുന്നവരൊക്കെ. അപ്പോൾ ഈ പ്രസ്ഥാനത്തിനെ എതിർക്കുകയോ ഇതിനെ എതിർക്കേണ്ടെന്നല്ല പറഞ്ഞാൽ എതിർക്കുന്നവർക്ക് എതിർക്കാം. പക്ഷേ ഈ പ്രസ്ഥാനത്തിനെ എതിർക്കുന്നവരെ, ഇതിനെ ആക്ഷേപിക്കുന്നവരെ, ഇതിൻ്റെ പണ്ഡിതന്മാരെ പരിഹസിക്കുന്നവരെ ഇപ്പം നടക്കുന്നതല്ലേ? ഇതൊക്കെ ഒരു ആലിമിന് ചോദിച്ചതാണോ? ഈ നിലക്കുള്ളവരെ വയ്യാലെ കൂടിക്കൊണ്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നതായ ഒരു പണി നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല. കുറഞ്ഞ ദിവസങ്ങളെ കൊണ്ട് എന്തുവിടെ സംഘടിപ്പിച്ചാൽ അതിനെ ഉൾക്കൊള്ളുന്നതായ ഒരു വിഭാഗം ജനങ്ങൾ ഇവിടെ ഉണ്ട്, യഥാർത്ഥ ദീനിൻ്റെ ആളുകൾ. അവരതിനെ ഉൾക്കൊള്ളാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനൊക്കെ അവർ സന്നദ്ധരാണ്. അതുകൊണ്ട് നിങ്ങളോടൊക്കെ പറയാനുള്ളത് പല ആക്ഷേപങ്ങളും മറ്റും പറഞ്ഞുകൊണ്ടിട്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമയെ താറടിക്കണതായ അവരങ്ങനെ താറടിച്ചതുകൊണ്ടാണ് ഇപ്പം നമുക്ക് ഗുണം. മനസ്സിലായി? നമ്മളതിന് അതേ നാണയത്തിൽ മറുപടി പറയുന്നവരല്ല. മറുപടി പറയാൻ നമുക്ക് അറിയാത്തതുകൊണ്ടുമല്ല. നമ്മളേതായാലും പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളല്ലല്ലോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് അതേ നാണയത്തിൽ മറുപടി പറയാനൊന്നും കഴിയും. നമ്മൾ സംസ്കാരം അനുവദിക്കണില്ല. പറഞ്ഞവർക്ക് അതേ നാണയത്തിൽ അങ്ങോട്ട് മറുപടി പറയാം. ചില വാക്കുകളൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ വാക്കുകളായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഈ സഹനം എന്നുള്ളത് അതൊരു ദൗർബല്യമായി മനസ്സിലാക്കാതെ അത് വേണ്ട സ്ഥലത്ത് സമസ്ത കേരള ജമീയത്തുൽ ഉലമക്ക് ഉത്തേജനവും ആ സമസ്ത കേരള ജമീയത്തുൽ ഉലമ സടകുടഞ്ഞ് എഴുന്നേറ്റ് കൊണ്ടിട്ട് അത് ഇവിടെ പ്രവർത്തിക്കേണ്ടമാർക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതിനക്ക് എല്ലാ അപശബ്ദങ്ങൾക്കും എപ്പോഴും മറുപടി പറയാൻ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ചങ്കൂറ്റമുള്ള പണ്ഡിതന്മാരും അതിൻ്റെ പ്രവർത്തകരൊക്കെ ഉണ്ട് എന്ന് എല്ലാവരും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അർഹമുർ റഹീമായ തമ്പുരാനെ ഈ പ്രസ്ഥാനത്തിനെ ഈ ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ. ഈ പ്രസ്ഥാനത്തിന് എതിരിൽ ശബ്ദിക്കുന്നതായ എല്ലാ ശബ്ദങ്ങളും ആ ശബ്ദങ്ങൾക്കുള്ള എല്ലാ ഷറുകളെ സമസ്ത കേരള ജമീയത്തുൽ ഉലമയെ നീ രക്ഷപ്പെടുത്തണേ. സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഇവിടെ വിഭാവനം ചെയ്യാൻ പോകുന്ന ഈ വിദ്യാഭ്യാസ രീതി അതൊരു വലിയൊരു പദ്ധതിയായി കൊണ്ടിട്ട് അതിനെ സ്വീകരിക്കാൻ നിങ്ങളൊക്കെ തയ്യാറാവണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയൊരു വിദ്യാഭ്യാസ രീതിയായി അംഗീകരിച്ചു കൊണ്ടിട്ട് അതിനെ അല്ലാഹു ഒരു ജനങ്ങളിടയിൽ അതിനൊരു കബൂലിയത്ത് ഉണ്ടാക്കി കൊണ്ടിട്ട്
അതിനെ നല്ല നിലക്ക് നടത്തിക്കൊണ്ടുപോകാനുള്ള തൗഫീഖ് ധർമ്മസ്ഥയാള ജമിയത്തുൽ ഉലമയോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ എന്ന്